ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല പച്ച മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയലയാണ്. 200 രൂപയ്ക്ക് 20 മീൻ കിട്ടി. അത്യാവശ്യം നല്ല റേറ്റാണ്, അതായത് റീസണബിളായിട്ടുള്ള ഒരു റേറ്റാണെന്ന് ഞാൻ കരുതുന്നു. ഈയിടെയായിട്ട് മീനിന് വില കൂടുതലായിരുന്നല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. അപ്പം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. പൊരിക്കാനും വേണം, കറി വയ്ക്കാനും വേണം. അപ്പോൾ ആദ്യം പൊരിക്കാനുള്ള മീനൊക്കെ ഒന്ന് വരഞ്ഞെടുത്തു. കറി വയ്ക്കാനുള്ളത് 3 മുറിച്ച് ഇടുകയും ചെയ്തു. നമുക്ക് കുറച്ച് തല പൊരിക്കുകയും കറി വയ്ക്കുകയും ചെയ്യും. അപ്പം മസാല: 4 ചുവന്നുള്ളി, 5 വെളുത്തുള്ളി, 5 അല്ലി വെളുത്തുള്ളിയും, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഒരു ചെറിയ കഷ്ണം നാരങ്ങ, ഉപ്പ്, ഇത്രയും ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കറക്കിയെടുത്ത് നമ്മളുടെ മീനിൽ പുരട്ടി ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം മാത്രം പൊരിച്ചാൽ മതി. അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് കറിയും വയ്ക്കാം. അപ്പം എപ്പോഴും തേങ്ങ അരച്ചാണ് ഇവിടെ വയ്ക്കാറ് പതിവ്. പക്ഷേ നമ്മുടെ പത്തനംതിട്ടയിലൊക്കെ നമ്മൾ മുളവിട്ടാണ് കറി വയ്ക്കാറ്. ഇന്ന് നമുക്ക് അതിൽ മുളവിട്ട് കറി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സവാള, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളകും എടുത്ത് കീറി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചട്ടി വെച്ചൊന്ന് ചൂടാക്കി ഉലുവയും കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഈ അരിഞ്ഞു വെച്ച സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കണം. എൻ്റെ വീട്ടിലൊക്കെ സാധാരണ പൊടികൾ മാറ്റി വറുത്തിട്ട് ഇതിൽ ചേർക്കുകയാണ് പതിവ്. പക്ഷേ ഞാനിന്ന് ഇങ്ങനെ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. നമുക്ക് വേറെ ഇപ്പോൾ ഒന്ന് വഴണ്ട് പൊടിമണമൊക്കെ ഒന്ന് മാറി വന്ന് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇതിൽ ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. അതേ സമയത്ത് നമുക്ക് മീൻ പൊരിക്കാനുള്ളത് പൊരിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കണം. നേരെ എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇടുന്നത് മീൻ അടിയിൽ പറ്റാതിരിക്കാൻ സഹായിക്കും എന്ന് ഞങ്ങളുടെ അമ്മ പറയാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ മീനിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പൊരിയുന്നിടം വരെ കാത്തിരിക്കാം. ഇതേ സമയം തന്നെ നമുക്ക് നമ്മളുടെ ഫൈനലായിട്ടുള്ള മീൻ കറിയിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറുകിയ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒരു 2-3 തിള വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീൻ കറി റെഡിയായി. ഇനി മീൻ കറി ഓഫാക്കാം. ഇനി നമുക്ക് കുറച്ച് ചോറ് കഴിക്കാം. ഇന്ന് ബീറ്റ്റൂട്ട് തോരനാണ് വെച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് അയലയുടെ തല വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ളൊരു മീനാണ് അയല, എനിക്കറിയാം. അപ്പോഴേക്കും മഴയും വീണു. അപ്പോൾ താങ്ക് യു ഫോർ